തൃശൂർ അതിരപ്പള്ളിയിൽ വനംവകുപ്പിന്റെ ഔദ്യോഗിക ഫ്രീക്വൻസിയിൽ ചട്ടം മറികടന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സ്വകാര്യ വയർലെസ് ഉപയോഗിക്കുന്നതിന് നിർണായക ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ചൈനീസ് നിർമ്മിത വയർലെസ് ആണ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ അനിൽകുമാർ വനംവകുപ്പിന്റെ ഔദ്യോഗിക ഫ്രീക്വൻസിയിൽ കണക്ട് ചെയ്തത്. സൂരജ് സജി വിവരങ്ങളുമായി. സൂരജ്, ഇത് ചട്ടലംഘനമാണല്ലോ, എന്താണ് വിവരങ്ങൾ? അനുജ, തീർച്ചയായും അന്വേഷണ സംഘത്തിന് പോലും ലഭിക്കാത്ത നിർണായക തെളിവാണ് ഇപ്പോൾ 24 പുറത്തുവിട്ടിരിക്കുന്നത്. അതിരപ്പള്ളി ചായപ്പൻകുഴിയിൽ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ചറായിട്ടുള്ള കെ അനിൽകുമാർ നേരത്തെ തന്നെ ഈ അന്വേഷണത്തിൽ ഇദ്ദേഹം ഈ വനംവകുപ്പിന്റെ ഔദ്യോഗിക ഫ്രീക്വൻസിയിൽ സ്വകാര്യ വയർലെസ് ഉപയോഗിച്ചു എന്നത് കണ്ടെത്തിയതാണ്. അത് സ്ഥിരീകരിക്കുന്ന നിർണായക ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24 പുറത്തുവിട്ടിരിക്കുന്നത്. ഈ നിലവിൽ ഈ സർക്കാർ നൽകിയിരിക്കുന്ന ഈ വൈറൽ സെറ്റുകൾ അത് മോട്ടോറോളയുടെയാണ്. പക്ഷേ ഈ അനിൽകുമാറിന്റെ കൈവശമുള്ള വൈറൽ സെറ്റ് കൃത്യമായും ഈ ചൈനീസ് നിർമ്മിതമാണെന്ന ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകുന്നുണ്ട്. അത്തരത്തിൽ ബോധപൂർവം ഈ സ്വകാര്യ വയർലെസ് ഈ സർക്കാരിന്റെ ഔദ്യോഗിക ഫ്രീക്വൻസിയിൽ ഉപയോഗിച്ചുവെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ ഈ വാർത്ത 24 പുറത്തുവിട്ടതിന് പിന്നാലെ വനം മന്ത്രി ഇടപെട്ടുകൊണ്ട് നിലവിൽ ഈ ചായപ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയിരുന്നു. പക്ഷേ ഗുരുതരമായ കൃത്യവിലോപവും ഗുരുതരമായ ഈ കുറ്റകൃത്യം നടത്തിയ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24 പുറത്തുവിട്ടിരിക്കുന്ന അനുജ. ഇദ്ദേഹത്തോട് സർക്കാർ വിശദീകരണം തേടിയിട്ടുണ്ടോ സൂരജ്? അനുജ, ഇത് സംബന്ധിച്ച് നേരത്തെ സർക്കാർ വിശദീകരണം തേടിയിരുന്നു. 15 ദിവസമായിരുന്നു സമയം കൊടുത്തത്. പക്ഷേ ഈ 15 ദിവസ കാലാവധി അവസാനിച്ചിട്ട് പോലും ഇതിൽ കൃത്യമായ ഒരു നടപടിയിലേക്ക് സർക്കാർ പോയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് പിന്നാലെയാണ് 24 ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അതിൽ കുറ്റപത്രം അടക്കം സമർപ്പിച്ചുകൊണ്ടായിരുന്നു 24 ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത്. അതിന് പിന്നാലെയാണ് ഇന്നലെ ഈ സ്ഥലം മാറ്റ ഉത്തരവിലേക്ക് കടന്നത്. അനുജ, ഇതിലിപ്പോൾ എന്താണ് ഈ ഉദ്യോഗസ്ഥന്റെ വിശദീകരണം? അദ്ദേഹത്തോട് നമ്മൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞോ സൂരജ്? അനുജ, നിലവിൽ നമ്മൾ ഈ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. ആ സമയത്ത് ഈ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയ കാര്യം ഇത് താൻ അനുമതിയോടുകൂടി മാത്രമാണ് ഇത് ഉപയോഗിച്ചത് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. അനുജ, അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്കൊരു അടിയന്തര പ്രതികരണത്തിലേക്ക് പോകേണ്ടതുണ്ട്. കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുക. ശരി.